പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ SLC മലയാളം ഫസ്റ്റ് എക്സാം കഴിഞ്ഞു. വളരെ നല്ല ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല. ഇന്നലെ എനിക്കൊരു സന്തോഷം എന്നാൽ ഞാൻ കുറച്ച് സമയത്തൊരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു, ഉപന്യാസ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. ഇതിനത് വലിയ സന്തോഷം തോന്നി. കാരണം പറഞ്ഞ ചോദ്യങ്ങൾ അതേപോലെ വന്നിരുന്നു. യുദ്ധവുമായി ബന്ധിപ്പിച്ച് അതുപോലെ വെള്ളായപ്പനും മിറലിൻ്റെ കഥാപാത്ര നിരൂപണം ചിലപ്പം താരതമ്യത്തിന് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. ചോദ്യങ്ങൾ അതേപോലെ ആവർത്തിച്ച് കണ്ടപ്പോഴും അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ടൈമിൻ്റെ പോർഷൻസും ചോദ്യങ്ങളും ഉണ്ടാവും, നിങ്ങൾ തയ്യാറാക്കി പോകണമെന്ന് പറഞ്ഞാൽ അതും അതുപോലെ വന്നിരുന്നു. അപ്പോഴേ ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ ഇന്നലെ പോയി വീഡിയോ ചെയ്തപ്പോൾ കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും ഒത്തില്ല. എപ്പോഴും അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചോദ്യങ്ങൾ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഉപന്യാസ ചോദ്യങ്ങൾ 6 മാർക്കിൻ്റെത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ വിലയിരുത്തുകയാണെങ്കിൽ വളരെ പ്രയാസമുള്ള ആശയക്കുഴപ്പമുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്കറിയാം. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഓപ്ഷൻസ് എല്ലാം തന്നെ അതിൽ ഉണ്ട്. ഉഷസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രഭാതമാണെന്നറിയാം. അതുപോലെ കലിയുടെ വാക്കുകൾ പാഠമാണ് അഹങ്കാരമാണെന്നറിയാം. മനസ്സിൻ്റെ മിഥ്യാധാരണകൾ മാറ്റുമ്പോൾ അത് നമുക്ക് മാറ്റി മിഥ്യയായ ധാരണ, ഇതൊക്കെ നിസ്സാരമായ കാര്യമാണ്. വെള്ളായപ്പൻ പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം, പണമില്ലാത്തതുകൊണ്ടാണെന്നറിയാം. പിന്നെ അകലെയിടത്ത് അകലെയിടത്താണെന്നൊക്കെ ഉള്ള കാര്യത്തിനും അറിയാം. പിന്നെ നമുക്ക് മറ്റേ തെറിയാട്ടി ആശ്രമ വൃത്തി നീ ചെറുപാമ്പ് ചന്ദനമരത്തിന് എന്നപ്പോൾ അത് ഋതുയോഗത്തിലെ ഭാഗം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം പഠിച്ചതാണ്. അതുപോലെ തന്നെ വെള്ളായപ്പനെ വേദനിപ്പിച്ച 2 ഓർമ്മകൾ ഒരു കുഴപ്പമില്ലാതെ തന്നെ അറിയാം. അതുപോലെ പിന്നെ എഡിറ്റിംഗ് ഉള്ളത്, അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങൾ എഴുതാമെന്നുള്ള ചോദ്യം. പുലർച്ചയ്ക്ക് മുമ്പ് ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ തോന്നിയത് വെറുതെ പുറത്തിറങ്ങി നടക്കാനാണ്. പുലർച്ചയ്ക്ക് മുമ്പ് ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു, അപ്പോൾ തോന്നിയത് വെറുതെ പുറത്തിറങ്ങി നടക്കാനാണ് എന്ന് നമുക്ക് 2 വാക്യങ്ങളായിട്ട് എഴുതാനും പാടില്ല. അതുപോലെ നമുക്കില്ല നാടും നഗരവും കുടയും ചാമരവും എന്ന് പറയുന്ന പിന്നെ പ്രലോഭനത്തിൽ നിന്നുള്ള പാഠഭാഗം. പുഷ്കരങ്ങനെ ചിന്തിക്കാനുള്ള സാഹചര്യമില്ല, ഇത് കുറേ തയ്യാറാക്കാനൊന്നൊരു പാടില്ല. നമുക്ക് അവരുടെ മകന് അന്ന് എഴുതിയ കത്തുകളാണ് എൻ്റെ ആദ്യ ചെറുതിലെന്ന് പറയുന്ന ഭാഗം. അതും ജീവിതാനുഭവങ്ങൾ വ്യക്തമാക്കുന്ന ഭാഗത്തിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്ന ഭാഗമല്ല. അതുപോലെ മെത്രാൻ, പിന്നെ പാവങ്ങളെന്ന പാഠഭാഗത്ത് നിന്ന് വരുന്ന മെത്രാൻ നമ്മൾ കഴിഞ്ഞ ടൈമിന് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ മെത്രാൻ്റെ പിന്നെ ജീവിത സമീപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനുണ്ട്. ലളിതമായ ജീവിതം മറ്റുമൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ, ലാളിത്യത്തിൻ്റെ ഉടമയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളും പിന്നെ നല്ല ഒരു മനസ്സിനുടമയാണെന്നുള്ള കാര്യങ്ങളും, ഒരുപാട് ദ്രോഹം ചെയ്തിട്ടും സ്നേഹം കൊണ്ട് അതിനെ മറികടന്ന് തെറ്റിലൂടെ അല്ലാതെ നന്മയിലൂടെ ശരിയിലൂടെയൊക്കെ ഉത്തരം കണ്ടെത്തുന്ന ഒരു മനസ്സിനുടമയാണ് നമ്മുടെ മെത്രാൻ. അതുപോലെ ഇടയ്ക്ക് കണ്ണീരിപ്പ് പെട്ട അതിന് ജീവിത പലഹാരം, അമ്പാടിയിലേക്ക് വീണ്ടും സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥ ജീവിതമാണ് എന്നൊക്കെയുള്ള ആത്മാവിൻ്റെ വെളിപാടെന്ന പാഠവുമായി ബന്ധിപ്പിച്ച് ജീവിത നിരീക്ഷണങ്ങൾ എഴുതാൻ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദസ്തേവ്സ്കി അനുഭവിച്ച ജീവിത ദുരന്തങ്ങളുടെ സൂചനകൾ, കെട്ടുപിണഞ്ഞ ജീവിതമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് ആ ഭാഗം വെച്ച് എഴുതാനൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ നിത്യത്തിൻ്റെ പരിണാമം എന്നതിൽ പിന്നെ നമ്മുടെ അശ്വത്ഥാമാവിൻ്റെ കഥാപാത്ര നിരൂപണം എന്നല്ല ഞാൻ ചിലപ്പം പറഞ്ഞിരുന്നു, സൂചന തന്നിരുന്നു. അത് നിങ്ങൾക്ക് പാടുന്നുള്ളതല്ല, നമ്മൾ നോട്ടായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് അശ്വത്ഥാമനെ കുറിച്ച് എഴുതുന്നതിനും അവിടെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതുപോലെ പിന്നെ അക്രമാശി, ദാരിദ്ര്യപൂർണ്ണമായ അവസ്ഥയിൽ ചരൺകുമാരമ്പാളെ സത്യസന്ധത പുറത്തുനിന്നുള്ള ഭാഗം, അതിന് തന്നെ പറഞ്ഞു. ജാതീയമായ പരാമർശമാകുന്ന ചോദ്യങ്ങൾ നമുക്ക് ഏതിനും ഉറപ്പായിട്ടും പബ്ലിക് പരീക്ഷയെ പ്രതീക്ഷിക്കാം. സത്യസന്ധത അതിനെ കുട്ടികൾക്ക് പാടൊന്നുമില്ല, അവർക്കറിയാവുന്ന അവർ 30 രൂപ കളഞ്ഞിട്ടതിൻ്റെ കാര്യം സൂചിപ്പിച്ച് അതവിടെ കഴിഞ്ഞു. അതുപോലെ പിന്നെ ഉപന്യാസ ചോദ്യങ്ങൾ തന്നിരിക്കുന്നത് പിന്നെ സർവത്ര കൂട്ട നിലവിളി തന്നെ ഒടുക്കത് നേരത്തെ മുളലായി ഞരക്കമായി അടങ്ങി എന്നൊക്കെ പറയുന്ന ഭാഗം തന്നിരിക്കുന്ന സന്ദർഭങ്ങളും പാഠഭാഗങ്ങളും വിലയിരുത്തി യുദ്ധവും സമാധാനവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനും ഇന്നലെ ഞാൻ പറഞ്ഞു. വിരുദ്ധ സന്ദേശങ്ങളും മറ്റും ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വരാമെന്ന് പറഞ്ഞു. അതുപോലെ മരക്കാരി നിങ്ങൾക്ക് ഞാൻ 15 റുപ്യ കടമിട്ടുണ്ട്, അല്ല 15 റുപ്യയും നാരണയെന്ന് പറയുന്ന ഭാഗം, വെള്ളായപ്പൻ പൊതിയൊഴിച്ചു എന്ന് പറയുന്ന ഭാഗം തന്നിട്ടുണ്ട്. അവിടെ സന്ദർഭങ്ങളും മറ്റ് കഥാഭാഗവും വിശകലനം ചെയ്ത് വെള്ളായപ്പൻ എന്ന കഥാപാത്രം നിരൂപണം ചെയ്യാൻ, അത് എന്താണ് പറഞ്ഞ കാര്യമാണ്. വെള്ളായപ്പനും ചിലപ്പോൾ മിറലും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യാൻ ചോദ്യം വരെ. ഇതെല്ലാം പബ്ലിക് പരീക്ഷയ്ക്ക് വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ആസ്വാദനാംശങ്ങൾ പ്രയോഗഭംഗി എന്ന് പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനും വളരെ സിമ്പിളായ ഒരു കവിതയാണ്. രാവണിയുടെ നന്മ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കവിതയാണ്. അപ്പോൾ നമ്മൾ കവിതയ്ക്ക് ആസ്വാദനം എഴുതുന്നത് ഇതൊക്കെ സൂചന തന്നിട്ടുണ്ടായിരുന്നു. കവിതയുടെ ആശയഭാഗങ്ങളും പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ
ആസ്വാദനാംശങ്ങൾ, പ്രയോഗ ഭംഗി, നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നുള്ളതിന് സൂചന കൊടുക്കണം. അതുപോലെ അതിലുള്ള ലേഖനം ഉദ്ദേശിക്കുന്ന നന്മ എന്താണെന്ന് നമ്മളെ ആ കവിത എങ്ങനെ സ്വാധീനിച്ചെന്നും അലങ്കാരിക ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നതാണ് ആസ്വാദന ചോദ്യങ്ങൾ. നമുക്കിപ്പം പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് ചിലപ്പം അമ്മ തൊട്ടിൽ അല്ലാതെ ഫസ്റ്റിലൊക്കെ ആണെങ്കിൽ പിന്നെ വളാശ്വമേധം എന്നൊക്കെ കവിതയോ ഒക്കെ മറ്റോ അല്ലെങ്കിൽ മൈക്കലാഞ്ചലോ പിന്നെ പഠിക്കാൻ പോകും അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ചോദിച്ചാൽ ആ കവിതയുമായി ബന്ധിപ്പിച്ചുള്ള ആശയങ്ങൾ കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് നല്ല വന്നപ്പോൾ നമ്മൾ ആ കവിത വായിച്ച് നോക്കിയിട്ട് നന്മയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായ ചോദ്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് ടൈമിലൂടെ വന്നുകൊണ്ട് കുട്ടികൾക്കെല്ലാം തന്നെ നന്നായിട്ട് എഴുതാനൊക്കെ ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന 8ാം ക്ലാസ്സിന് വന്നുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമും കൂടെ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പരീക്ഷയ്ക്ക് മുന്നേ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സെക്കൻഡിൻ്റെ ചോദ്യങ്ങൾ ടീച്ചർ മുന്നേ ചെയ്യാൻ നല്ല വൈകിപ്പോയോണ്ടാണ് അതങ്ങോട്ട് ഷെയർ ചെയ്യാനൊന്നും ഓർത്തില്ല. അപ്പോൾ സെക്കൻഡിൻ്റെ ചോദ്യങ്ങൾ ചെയ്യാം. അതുപോലെ ഏകദേശം പ്രതീക്ഷ തരുന്ന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോഴേ ഇത് എനിക്ക് ഒരു അനുഭവം പറയാതിരിക്കാൻ തോന്നാത്തതുകൊണ്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ വിശകലനം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ. അത്രയ്ക്ക് സന്തോഷം തോന്നി 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പറഞ്ഞല്ല അതുപോലെ വന്നപ്പോൾ. അതുപോലെ പറഞ്ഞിരുന്ന കാര്യം പോർഷൻസ് ഫസ്റ്റ് ടൈം കൂടെ നോക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞത് അതുപോലെ വന്നപ്പോൾ അതും സന്തോഷം തോന്നി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബായ്.